വയനാട്ടിൽ ഈ അടുത്തിടെ ഉണ്ടായ ദുരന്തത്തോടെ പശ്ചിമഘട്ടവും അതിന്റെ പരിസ്ഥിതി പ്രശ്നങ്ങളും വീണ്ടും ചർച്ചയാവുകയാണ്. ഈ മലനിരയുടെ പാരിസ്ഥിതിക സവിശേഷതയും പ്രശ്നങ്ങളുമെല്ലാം ഈ കൂട്ടത്തിലുണ്ട്. ഇതിന് പിൻബലമേകിക്കൊണ്ട് മുല്ലപ്പെരിയാർ അണക്കെട്ട് വിഷയവും. ഈ ചർച്ചയിൽ ഏറ്റവും ഉയർന്നു കേൾക്കുന്ന ഒരു വാക്കും അതുപോലെ തന്നെ പേരുമാണ് ഗാഡ്ഗിൽ റിപ്പോർട്ട് എന്നും മാധവ് ഗാഡ്ഗിൽ എന്നും. ഇതാരാണെന്നും ഈ റിപ്പോർട്ട് എന്തിനെപ്പറ്റിയാണെന്നും ഈ റിപ്പോർട്ട് എന്താണെന്നും നമ്മിൽ ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം. അതിനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങളും അറിയാം. എന്നാൽ ഇത് നമ്മൾ എങ്ങനെ മനസ്സിലാക്കിയെന്നും ഈ വിഷയത്തെ നമ്മൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതുമാണ് പ്രശ്നം. മലയോര മേഖലയിലെ സാധാരണക്കാരുടെ ജീവനും സ്വത്തും അധ്വാനവും എല്ലാം ഇല്ലാതെയാക്കുന്നതാണോ ഈ റിപ്പോർട്ട്? എന്താണ് ഗാഡ്ഗിൽ റിപ്പോർട്ട് എന്നും ഇന്ന് ഈ കാണുന്ന കോലാഹലങ്ങളും വിവാദങ്ങളും എങ്ങനെ ഉണ്ടായി എന്നും വിശദമായിട്ട് നോക്കാം. നമസ്കാരം. ചെറുതല്ല കാര്യത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗാഡ്ഗിൽ റിപ്പോർട്ട് എന്താണെന്ന് പറയും മുമ്പേ പശ്ചിമഘട്ടം എന്താണെന്നും പരിസ്ഥിതി ലോല മേഖല എന്ന് പറഞ്ഞാൽ എന്താണെന്നും മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇന്ത്യൻ ഉപദ്വീപിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഗുജറാത്തിലെ തപ്തി നദീതടം മുതൽ തെക്കോട്ട് കന്യാകുമാരി വരെ 1600 കിലോമീറ്റർ നീണ്ടുകിടക്കുന്ന മലനിരയാണ് പശ്ചിമഘട്ടം. ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം, തമിഴ്നാട് എന്നിങ്ങനെ 6 സംസ്ഥാനങ്ങളിലായിട്ട് ഏകദേശം 1,60,000 ചതുരശ്ര കിലോമീറ്ററാണ് ഇതിന്റെ വിസ്തൃതി. ഇന്ത്യൻ ഉപദ്വീപിന്റെ പടിഞ്ഞാറ് ഭാഗത്താണെങ്കിലും കേരള സംസ്ഥാനത്തിന്റെ കിഴക്ക് ഭാഗത്തായതിനാൽ നമ്മൾ മലയാളികൾ ഈ മേഖലയെ പൊതുവെ പറയുന്നത് ഹൈ റേഞ്ച് എന്നോ അല്ലെങ്കിൽ മലയോര മേഖല എന്നുമാണ്. കേരളത്തിന്റെ കാലാവസ്ഥ രൂപപ്പെടുത്തുന്നതിൽ ഈ മലനിരകൾക്കുള്ള പങ്ക് ചെറുതല്ല. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കേരളത്തിൽ കിട്ടാൻ കാരണം, അതുപോലെ തമിഴ്നാട്ടിലെ വരണ്ട കാലാവസ്ഥ കേരളത്തിലേക്ക് കടക്കാതിരിക്കാനുള്ള കാരണം എല്ലാം ഈ മലനിരയാണ്. കേരളത്തിലെ 44 നദികളുടെയും ഉത്ഭവം ഈ പശ്ചിമഘട്ട മലയിൽ നിന്നാണ്. ഭൗമശാസ്ത്ര പ്രത്യേകതകൾ ഉള്ളതുമാണ് ഈ മലനിരകൾ. ഹിമാലയം ഉണ്ടാവുന്നതിന് മുൻപേ ഉണ്ടായതാണ് പശ്ചിമഘട്ട മലനിരകൾ എന്ന് മാത്രമല്ല ആഫ്രിക്കൻ രാജ്യമായ മഡഗാസ്കറുമായി ഭൗമശാസ്ത്ര പ്രത്യേകതകൾ പങ്കുവെക്കുന്നുമുണ്ട്. ഇതേപ്പറ്റി ഒരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ ആ വീഡിയോ ഉണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതുകൂടി ഒന്ന് കാണാൻ ശ്രമിക്കുക. ഇനി പാരിസ്ഥിതികമായ ഒട്ടേറെ സവിശേഷതകളുമുണ്ട് പശ്ചിമഘട്ട മലനിരകൾക്ക്. ജൈവ വൈവിധ്യത്തിന്റെ അല്ലെങ്കിൽ ജൈവ സമ്പത്തിന്റെ ഒരു കലവറയാണ് പശ്ചിമഘട്ടം എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഒരുപാട് ജൈവ വൈവിധ്യം കാണപ്പെടുന്ന, പ്രത്യേകിച്ചും മറ്റൊരിടത്തും കാണാതെ തദ്ദേശീയമായി മാത്രം കാണപ്പെടുന്ന ജീവികളും ഉൾക്കൊള്ളുന്ന പ്രദേശങ്ങളെ അറിയപ്പെടുന്നത് ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് എന്നാണ്. ആഗോളതലത്തിൽ 36 ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് ഉള്ളതിൽ 4 ഇന്ത്യയിലാണ്. അതിൽ ഒരെണ്ണമാണ് നമ്മുടെ പശ്ചിമഘട്ടം. ഇങ്ങനെ പലതരത്തിൽ പ്രത്യേകതകളുള്ളതാണ് നമ്മുടെ പശ്ചിമഘട്ട മലനിരകൾ. ഇത് യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചിട്ടുമുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ 6 സംസ്ഥാനങ്ങളിലെ ജലസ്രോതസ്സായ ഈ മലനിരകളിൽ നിന്നുള്ള ജലസ്രോതസ്സുകൾ മലിനമാക്കപ്പെടുന്നുണ്ട് എന്ന് കണ്ടെത്തുകയുണ്ടായിട്ടുണ്ട്. ഇനി പരിസ്ഥിതി ലോല മേഖല എന്താണെന്ന് നോക്കാം. പരിസ്ഥിതി ലോല മേഖല അല്ലെങ്കിൽ എക്കോളജിക്കൽ സെൻസിറ്റീവ് സോൺ അല്ലെങ്കിൽ എക്കോ സെൻസിറ്റീവ് ഏരിയാസ് കേന്ദ്ര വനം പരിസ്ഥിതി കാലാവസ്ഥാ മന്ത്രാലയമാണ് എക്കോളജിക്കൽ സെൻസിറ്റീവ് സോൺ അല്ലെങ്കിൽ എക്കോ സെൻസിറ്റീവ് ഏരിയകൾ നിശ്ചയിക്കുന്നത്. ഭൂപ്രകൃതി, ജൈവ വൈവിധ്യം, വന്യജീവി സമ്പത്ത്, ചരിത്രപരവും പാരിസ്ഥിതികമായ പ്രത്യേകതകൾ എന്നിവ കൊണ്ട് വിലമതിക്കാനാവാത്തതും പകരം വെക്കാനാവാത്തതുമായ മേഖലകളെയാണ് പരിസ്ഥിതി ലോല മേഖല എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇതോടൊപ്പം ഭൂമിശാസ്ത്ര പ്രത്യേകതകളുള്ള സ്ഥലങ്ങളും പരിസ്ഥിതി ലോല മേഖലയായി പ്രഖ്യാപിക്കാറുണ്ട്. ഉദാഹരണത്തിന് ഭൂകമ്പ സാധ്യത അല്ലെങ്കിൽ മണ്ണിടിച്ചിലിന് സാധ്യതയുള്ള മേഖലകൾ എന്നിവയും പരിസ്ഥിതി ലോല മേഖലയായിട്ട് പ്രഖ്യാപിക്കാറുണ്ട്. ഇതിന് പിൻബലമേകുന്നത് 1986 എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് ആണ്. ഒരു പ്രദേശം എക്കോ സെൻസിറ്റീവ് സോണായി പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ സാധാരണ ഭൂമിയിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും നടത്താൻ പറ്റുകയില്ല. എല്ലാവിധ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും ചില നിയന്ത്രണങ്ങൾ ഉണ്ടാവും. അങ്ങനെ ഇരിക്കെ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം പശ്ചിമഘട്ടത്തെ സംരക്ഷിക്കാനും വീണ്ടെടുക്കാനും എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം എന്ന് പഠിക്കാനായിട്ട് ഒരു കമ്മിറ്റിയെ നിയോഗിച്ചു. 2010 മാർച്ചിലാണ് ഈ കമ്മിറ്റി രൂപീകൃതമായത്. വെസ്റ്റേൺ ഘാട്ട് എക്കോളജി എക്സ്പേർട്ട് പാനൽ എന്നാണ് ഈ കമ്മിറ്റിയുടെ പേര്. ഈ കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു പ്രൊഫസർ ഡോക്ടർ മാധവ് ധനഞ്ജയ ഗാഡ്ഗിൽ. ഈ കമ്മിറ്റിയെ അല്ലെങ്കിൽ ഈ പാനലിനെയാണ് നമ്മൾ ഗാഡ്ഗിൽ കമ്മിറ്റി എന്ന് സാധാരണഗതിയിൽ പറയുന്നത്. ഈ കമ്മിറ്റി പശ്ചിമഘട്ടത്തെക്കുറിച്ച് വിശദമായിട്ട് പഠിക്കുകയും 2021 ഓഗസ്റ്റിൽ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. ഗാഡ്ഗിൽ റിപ്പോർട്ട് എന്ന് സാധാരണയായി അറിയപ്പെടുന്ന ഈ റിപ്പോർട്ടിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. പശ്ചിമഘട്ട മലനിരകളെ മുഴുവൻ പരിസ്ഥിതി ലോല മേഖലയായിട്ടാണ് ഈ റിപ്പോർട്ടിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ഈ മലനിരകളെ മുഴുവൻ 3 സോണുകളായി തിരിച്ചിട്ടുണ്ട് ഈ റിപ്പോർട്ടിൽ. ESZ അതായത് എക്കോ സെൻസിറ്റീവ് സോൺ 1, 2, 3 എന്നിങ്ങനെ വളരെയധികം ശ്രദ്ധ കൊടുത്ത് സംരക്ഷിക്കേണ്ട മേഖലയാണ് ESZ 1 ഉൾപ്പെടുന്നത്. 2ലും 3ലും അതിൽ താഴേക്കുള്ള ശ്രദ്ധ കൊടുത്താൽ മതിയാവും എന്നർത്ഥം. മൊത്തം പശ്ചിമഘട്ടത്തിന്റെ 64% ഏരിയ ESZ 1 ഉൾപ്പെടുന്നു എന്നാണ് ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ പറയുന്നത്. ഇതാണ് റിപ്പോർട്ടിന്റെ ആദ്യ ഭാഗത്തിൽ ഉൾപ്പെടുന്നതെങ്കിൽ രണ്ടാം ഭാഗത്തിൽ ഇത്തരം മേഖലകളിൽ എന്തെല്ലാം ചെയ്യാൻ പാടില്ല എന്നുള്ള നിയന്ത്രണങ്ങളാണ് വരുന്നത്. ഇതെന്തെല്ലാമാണെന്ന് നമുക്ക് ചുരുക്കത്തിൽ ഒന്ന് മനസ്സിലാക്കാം. ജലസ്രോതസ്സുകളിലും ജൈവ സമ്പന്ന ഇടങ്ങളിലും ഒരു തരത്തിലുമുള്ള കടന്നുകയറ്റങ്ങളും പാടില്ല എന്നാണ് ഭൂവിനിയോഗ നിർദ്ദേശത്തിൽ പറയുന്നത്. 3 സോണുകളിലും അതായത് ESZ 1, 2, 3 എന്നീ 3 സോണുകളിലും ഖനനം
പൂർണ്ണമായിട്ടും പാടില്ല. സോൺ 1ലും 2ലും പുതിയ ഖനനത്തിന് അനുമതി കൊടുക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ പ്രവർത്തിക്കുന്നവ 2016 കൂടി നിർത്തിവെക്കുകയും വേണം, അല്ലെങ്കിൽ പ്രവർത്തനം അവസാനിപ്പിക്കുകയും വേണം. ഇനി മറ്റെങ്ങും കിട്ടാത്ത അപൂർവ ധാതുക്കൾക്ക് വേണ്ടിയാണെങ്കിൽ സോൺ 3ൽ പ്രത്യേക അനുമതിയോടുകൂടി ഖനനം ആവാം. ക്വാറികളും അതുപോലെ മണൽ ഖനനവും ഈ 3 സോണുകളിലും പൂർണ്ണമായിട്ടും പാടില്ല. ചുവപ്പ്, ഓറഞ്ച് എന്നീ മലിനീകരണ വിഭാഗങ്ങളിൽപ്പെടുന്ന ഒരു തരം വ്യവസായങ്ങളും സോൺ 1ലും 2ലും പാടില്ല. അതുപോലെ തന്നെ സോൺ 1ലും 2ലും പുതിയ അണക്കെട്ടുകൾ നിർമ്മിക്കാൻ പാടില്ല. കഴിവതും പരിസ്ഥിതിക്ക് ഇണങ്ങുന്ന പദ്ധതികൾ നടത്തുക. സോൺ 1ലും 2ലും പുതിയ റെയിൽവേ ലൈനുകളോ അല്ലെങ്കിൽ എക്സ്പ്രസ് വേകളോ നിർമ്മിക്കാൻ പാടുള്ളതല്ല. ഇതെല്ലാമാണ് ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ ഒരു ഏകദേശ രൂപം. സോൺ 1ലും 2ലുമാണ് ഏറ്റവും അധികം നിയന്ത്രണങ്ങൾ ഉള്ളതെങ്കിൽ സോൺ 3ലേക്ക് വരുമ്പോൾ ഈ നിയന്ത്രണങ്ങളിൽ കാര്യമായ അയവ് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. എന്നാൽ സാധാരണ ജനങ്ങൾ കൃഷി അല്ലെങ്കിൽ വീട് നിർമ്മിക്കുക, ഇനി അതുമല്ലെങ്കിൽ അവരുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് കൂടുതൽ വ്യാകുലരായത്. സാധാരണ ജനങ്ങളുടെ നിത്യജീവിതവുമായി ബന്ധപ്പെടുന്ന ഇത്തരം വിഷയങ്ങളിന്മേൽ എന്താണ് ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. മുഴുവൻ പശ്ചിമഘട്ടത്തിലും 3 സോണുകളിലും പൂർണ്ണമായിട്ടും ജൈവ കൃഷിരീതി അവലംബിക്കണം എന്നാണ് ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ പറയുന്നത്. ഈ 3 സോണുകളിലും ജനിതകമാറ്റം വരുത്തിയ വിളകൾ കൃഷി ചെയ്യുന്നത് പൂർണ്ണമായിട്ടും ഒഴിവാക്കണം. ഉദാഹരണത്തിന് ബീറ്റി വഴുതന, ബീറ്റി തക്കാളി, ബീറ്റി പരുത്തി, ബീറ്റി ചോളം മുതലായവ. ഇത്തരം വിളകൾ തദ്ദേശീയമായ ജൈവ വൈവിധ്യത്തെ ബാധിക്കുമെന്നതാണ് ഇതിന് പറയുന്ന കാരണം. കൃഷിഭൂമി തരം മാറ്റി ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് മറ്റൊരു നിർദ്ദേശം. വനഭൂമിയിൽ ഒരു തരത്തിലുള്ള മാറ്റവും അനുവദിക്കുന്നില്ല. ഈ 3 സോണുകളിലെയും പ്ലാസ്റ്റിക് ഉപയോഗം 3ഉം 5ഉം വർഷം കൊണ്ട് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കണം. 3 സോണുകളിലും പൂർണ്ണമായിട്ടും ജൈവ കൃഷിരീതി അവലംബിക്കുക. മലഞ്ചെരിവുകളിൽ വാർഷിക വിളകൾ ഒഴിവാക്കി ദീർഘകാല വിളകൾ പ്രോത്സാഹിപ്പിക്കുക. യൂക്കാലിപ്റ്റസ് പോലെയുള്ള മരങ്ങൾ വളർത്താതിരിക്കുക. രാസവളത്തിന്റെയും രാസ കീടനാശിനിയുടെയും ഉപയോഗം 5 വർഷം കൊണ്ട് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുക എന്നുള്ളതാണ് കാർഷിക മേഖലയിൽ പറയുന്ന നിയന്ത്രണങ്ങൾ. ഇനി നിർമ്മാണ മേഖലയിൽ അവലംബിക്കേണ്ട നിയന്ത്രണങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. സ്റ്റീൽ, മണൽ, സിമന്റ് എന്നിവയുടെ ഉപയോഗം പരമാവധി കുറച്ചുകൊണ്ട് ഭൂപ്രകൃതിക്ക് കാര്യമായ കോട്ടം തട്ടാത്ത വിധത്തിൽ പരിസ്ഥിതി സൗഹൃദമായ ഭവന കെട്ടിട നിർമ്മാണ രീതികൾ അവലംബിക്കുക. ഇതിനു വേണ്ട നിയമവും മാർഗനിർദ്ദേശവും സർക്കാർ രൂപീകരിക്കുക. ഇതെല്ലാമാണ് നിർമ്മാണ മേഖലയിൽ പറയുന്ന നിയന്ത്രണങ്ങൾ. 500-ലധികം പേജ് വരുന്ന ഇംഗ്ലീഷിൽ തയ്യാറാക്കിയ ഈ റിപ്പോർട്ട് സാധാരണ ജനങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാൻ പ്രയാസമാണെന്നും അതുകൊണ്ട് അതത് സംസ്ഥാനങ്ങൾ തദ്ദേശീയമായ ഭാഷയിൽ ഇത് വിവർത്തനം ചെയ്യുകയും അല്ലെങ്കിൽ തർജ്ജമ ചെയ്യുകയും അതിലെ പ്രധാന ഭാഗങ്ങൾ ജനങ്ങളിലേക്ക് ക്രോഡീകരിച്ച് എത്തിക്കുകയും വേണം എന്നും ഗാഡ്ഗിൽ നിർദ്ദേശിച്ചിരുന്നു. ഈ റിപ്പോർട്ടിൽ പറയുന്നത് നിർദ്ദേശങ്ങൾ മാത്രമാണ്. ഇത് നടത്തണമോ വേണ്ടയോ എന്നുള്ളത് പൂർണ്ണമായിട്ടും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തീരുമാനത്തിൽ ഉള്ളതാണ്. ഇനി ഇത് നടത്തുകയാണെങ്കിൽ കൂടി അതത് സംസ്ഥാനങ്ങളിലെ ജനങ്ങളുമായി ചർച്ച ചെയ്ത് സമവായത്തിൽ എത്തിയതിനു ശേഷം മാത്രമേ പാടുള്ളൂ എന്നും ഗാഡ്ഗിൽ നിർദ്ദേശിച്ചിരുന്നു. ചുരുക്കത്തിൽ ഈ റിപ്പോർട്ട് ആരെയും ഒന്നിനും നിർബന്ധിക്കുന്നില്ല എന്നും ചർച്ചയിലൂടെ ഉണ്ടാകുന്ന സമവായത്തിലൂടെ മാത്രമേ നടപ്പാക്കാൻ പറഞ്ഞിട്ടുള്ളൂ എന്നും ഇത് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. എന്നാൽ ഇവിടെയാണ് ഗാഡ്ഗിൽ റിപ്പോർട്ട് അട്ടിമറിക്കപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 2011 ഓഗസ്റ്റിൽ സമർപ്പിക്കപ്പെട്ട ഈ റിപ്പോർട്ട് 8 മാസക്കാലം കേന്ദ്ര സർക്കാർ പൂഴ്ത്തിവെച്ചു, അല്ലെങ്കിൽ പുറത്തു വിട്ടില്ല. തന്നെയുമല്ല, ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ ദൈനംദിന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്ന, അവരുടെ മിനിറ്റ്സ് അടക്കം ഉണ്ടായിരുന്ന ഒരു വെബ്സൈറ്റ് നീക്കം ചെയ്യുകയും ചെയ്തു. വിവരാവകാശ നിയമപ്രകാരം ധാരാളം പരാതികൾ ലഭിച്ചതിന്റെ ഫലമായിട്ടാണ് ഡൽഹി ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ഗാഡ്ഗിൽ റിപ്പോർട്ട് പിന്നീട് ജനങ്ങളിൽ എത്തുന്നത്. എന്നാൽ ഗാഡ്ഗിൽ റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി തന്നെ ഇതിനെതിരെ വ്യാപകമായ തരത്തിൽ പ്രതിഷേധമുണ്ടായി. ഈ പഠനത്തിൽ പരിസ്ഥിതിയെ മാത്രമേ കണക്കെടുക്കുന്നുള്ളൂ എന്നും അവിടുത്തെ സാധാരണ ജനജീവിതത്തിന് യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല എന്നുമായിരുന്നു മുറവിളി. ഇതിന് കാരണം ക്വാറി, ഖനന, നിർമ്മാണ മേഖലയിലെ വൻകിടക്കാരും അവരെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയക്കാരും ആണെന്ന് വ്യക്തം. കാരണം ഒരു പൊതു ചർച്ച വന്നാൽ ഇത്തരം പ്രവർത്തനങ്ങൾ നിർത്തിവെക്കേണ്ടതായി വരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അല്ലാതെ ഈ റിപ്പോർട്ട് 8 മാസം പൂഴ്ത്തിവെക്കേണ്ട യാതൊരു കാര്യവുമില്ലല്ലോ. ഇതിലൂടെ ഈ റിപ്പോർട്ടിനെ പറ്റി പൊതുജനങ്ങൾക്കിടയിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ അവർ ശ്രമിക്കുകയും അവർ അതിൽ വിജയിക്കുകയും ചെയ്തു. ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പാക്കിയാൽ സാധാരണക്കാർക്ക് ഈ മേഖലയിൽ കൃഷി ചെയ്യാനോ വീട് വെക്കാനോ മറ്റ് ദൈനംദിന പ്രവർത്തനങ്ങൾ ചെയ്യാനോ കഴിയില്ല എന്നൊരു വ്യാജ പ്രചരണം നടത്തി വലിയൊരു വിഭാഗം ജനങ്ങളെ ഇതിന് എതിരാക്കി. ഇതാണ് ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പാക്കാതിരിക്കാൻ ഉണ്ടായ സാഹചര്യം. കേന്ദ്ര സർക്കാർ പക്ഷേ വെട്ടിലായി. ഇല്ലതെന്ന് പുറപ്പെടുകയും ചെയ്തു. അമ്മാത്ത് എത്തിയുമില്ല എന്ന അവസ്ഥയായി. പശ്ചിമഘട്ടത്തെക്കുറിച്ച് പഠിക്കാനും സംരക്ഷിക്കാനും ഇറങ്ങിയിട്ട് എന്തെങ്കിലും ചെയ്തു എന്ന് വരുത്തണമല്ലോ. അതുകൊണ്ട് അവർ ഒരു പുതിയ കമ്മിറ്റിയെ നിയോഗിച്ചു. എന്തിനു വേണ്ടി? ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് പഠിക്കാൻ. ഈ പുതിയ കമ്മിറ്റിയുടെ പേരാണ് ഹൈ ലെവൽ വർക്കിംഗ് ഗ്രൂപ്പ്. ഈ പുതിയ കമ്മിറ്റിയുടെ തലവനായിരുന്നു ഡോക്ടർ കെ കസ്തൂരിരംഗൻ. അദ്ദേഹത്തിന്റെ പഠന റിപ്പോർട്ട് 2013 സമർപ്പിക്കപ്പെടുകയും ചെയ്തു. പശ്ചിമഘട്ടം മുഴുവൻ ESZ ആയി ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ പറഞ്ഞത് പക്ഷേ കസ്തൂരിരംഗൻ വെറും 37% കുറച്ചു. ESZ 1, 2, 3 എന്ന് ഗാഡ്ഗിൽ കണ്ടെത്തിയ സോണുകൾക്ക് പകരം മൊത്തം പശ്ചിമഘട്ടത്തിന്റെ 60% കൃഷിയും തോട്ടവിളയും മനുഷ്യവാസം ഉൾപ്പെടുന്ന കൾച്ചറൽ ലാൻഡ്സ്കേപ്പ് എന്നും ബാക്കി വരുന്ന 60,000 ചതുരശ്ര കിലോമീറ്റർ വനം വന്യജീവി സമ്പന്നമായ നാച്ചുറൽ ലാൻഡ്സ്കേപ്പ് എന്നുമാണ് കസ്തൂരിരംഗൻ തരംതിരിച്ചത്. 37% ESZ മാത്രമേ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയും പ്രകാരമുള്ള നിയന്ത്രണങ്ങൾ കസ്തൂരിരംഗൻ റിപ്പോർട്ടിലും ഉൾപ്പെടുന്നുള്ളൂ. ചുരുക്കത്തിൽ ഗാഡ്ഗിൽ റിപ്പോർട്ടിന്റെ മയപ്പെടുത്തിയ രൂപമാണ്, അല്ലെങ്കിൽ അല്പം വെള്ളം ചേർത്ത രൂപമാണ് കസ്തൂരിരംഗൻ റിപ്പോർട്ട് എന്നൊരു ആക്ഷേപം പരക്കെയുണ്ട്.
അത് സത്യമാണെന്ന് ചിലപ്പോൾ നമുക്ക് തോന്നുകയും ചെയ്യും. കാരണം ക്വാറി, ഖനനം, മണലെടുപ്പ്, റെഡ് കാറ്റഗറി വ്യവസായം എന്നിവ ESZൽ പാടില്ല എന്ന് പറയുമ്പോഴും 20,000 സ്ക്വയർ മീറ്റർ വരെ വരുന്ന കെട്ടിട നിർമ്മാണവും 1,50,000 സ്ക്വയർ മീറ്റർ ബിൽറ്റ് ഏരിയ വരുന്നതും 50 ഹെക്ടർ വരെയുള്ളതുമായ ടൗൺഷിപ്പുകൾ ആകാം എന്നും കസ്തൂരിരംഗൻ റിപ്പോർട്ടിൽ പറയുന്നു. പക്ഷേ കസ്തൂരിരംഗൻ റിപ്പോർട്ടിലും ക്വാറി, ഖനനം, മണലെടുപ്പ് എന്നിവ പാടില്ല എന്ന് പറയുന്നതിനാൽ ഈ ലോബികൾ വീണ്ടും സാധാരണ ജനങ്ങളിൽ തെറ്റിദ്ധാരണ വരുത്തിക്കൊണ്ടിരുന്നു. ഗാഡ്ഗിൽ റിപ്പോർട്ടിന്റെയും കസ്തൂരിരംഗൻ റിപ്പോർട്ടിന്റെയും പരിധി കേരളത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല എന്നറിയാമല്ലോ. കാരണം പശ്ചിമഘട്ടം എന്നത് കേരളത്തിന്റെ മാത്രം മലനിരയല്ല. എന്നാൽ ഈ രണ്ട് റിപ്പോർട്ടുകളുടെയും അടിസ്ഥാനത്തിൽ കേരളത്തിന് എന്തെല്ലാം ചെയ്യാൻ സാധ്യമാകുമെന്ന് പഠിക്കാൻ വേണ്ടി കേരള സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റി. എന്നാൽ ഈ കമ്മിറ്റിയുടെ പഠനവും നിലവിൽ എങ്ങുമെത്താത്ത അവസ്ഥയാണ്. ഇതാണ് ഗാഡ്ഗിൽ റിപ്പോർട്ടിന്റെ കഥ. എന്നാൽ ഇപ്പോൾ ഗാഡ്ഗിൽ റിപ്പോർട്ടിലും കസ്തൂരിരംഗൻ റിപ്പോർട്ടിലും പറയുന്ന എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്ന ആലോചനയുമായി കേരള സർക്കാർ മുന്നോട്ട് പോവുകയാണ്. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഉയർന്ന ചോദ്യവും ഇത് തന്നെയാണ്. ഈ റിപ്പോർട്ട് നടപ്പാക്കിയിരുന്നെങ്കിൽ ദുരന്തം ഉണ്ടാവുമായിരുന്നില്ലേ? 1-2 വർഷങ്ങൾ കൊണ്ട് ചിലപ്പോൾ സാധ്യമാകണമെന്നില്ല. കാരണം കുറേയധികം വർഷങ്ങളായി ഭൂമിയിലേറ്റ ആഘാതത്തിന്റെ വ്യാപ്തി മാറണമെങ്കിൽ ഒരൽപ്പം സമയമെടുത്തേക്കാം. എന്നാലും ഈ റിപ്പോർട്ടിൻ പ്രകാരം കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ കുറേയൊക്കെ മാറ്റം വരും എന്നുള്ളതിൽ സംശയമില്ല. കുറഞ്ഞപക്ഷം ദുരന്തത്തിന്റെ ആഘാതവും വ്യാപ്തിയുമെങ്കിലും കുറയ്ക്കാനാവും. ഭൂമിയുടെ നിലനിൽപ്പിന് മനുഷ്യൻ ഒരാവശ്യ ഘടകമേ അല്ല. ഭൂമിയുടെ പ്രായവും അതിൽ മനുഷ്യൻ, അതായത് ആധുനിക മനുഷ്യൻ ഉണ്ടായ സമയവും നോക്കിയാൽ നമുക്കിത് ബോധ്യമാവും. സന്തുലിതാവസ്ഥ പാലിക്കപ്പെടാൻ തന്നാലാവും വിധം ഭൂമി വേണ്ടതെല്ലാം ചെയ്യും. അതിൽ നിലനിൽപ്പ് വേണ്ടത് നമ്മുടെ ആവശ്യമാണ്. ഭൂമിയുടെ ആരോഗ്യം എത്രത്തോളം പരിപാലിക്കപ്പെടുന്നോ അത്രയും നല്ലത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത. മറ്റൊരു വിഷയവുമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.